കൊച്ചിയിൽ നടൻ ജയസൂര്യയും ഭാര്യയെയും ഇഡി ചോദ്യം ചെയ്യുന്നു. സഹിൻ ആന്റണിയുടെ വിവരങ്ങൾ നൽകാൻ. സഹിൻ, എന്തിനാണ് ഇഡി ചോദ്യം ചെയ്തത്? എന്താണ് വിവരങ്ങൾ? ഇത് രണ്ടാം തവണയാണ് ജയസൂര്യയെയും ഒപ്പം തന്നെ ജയസൂര്യയുടെ പത്നിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നതായി മനസ്സിലാവുന്നത്. മുൻപ് ജയസൂര്യയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ് ചോദ്യം ചെയ്തിരുന്നത്. അദ്ദേഹം സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സേവ് ബോക്സ് ആപ്പ് എന്ന് പറയുന്നത് ഒരു ലേലം സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലേലം നടത്തുന്ന ഒരു ആപ്പാണ്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യ പ്രവർത്തിച്ചിരുന്നു. ഇത് വലിയൊരു തട്ടിപ്പാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ തൃശൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസിന്റെ FIR കൂടി പരിശോധിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലൊരു ECIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ ECIRന്റെ പിൻബലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ജയസൂര്യയെ ചോദ്യം ചെയ്യുന്നത്. ഇത് രണ്ടാം തവണയാണ് ജയസൂര്യയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നതും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. സേവ് ബോക്സ് ആപ്പ് വഴി ലേലം നടത്തുക, അതുവഴി വിൽപ്പന നടത്തുക എന്നൊക്കെയായിരുന്നു ആ ആപ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷെ അത് വലിയൊരു തട്ടിപ്പായിരുന്നു. ഇതേ തുടർന്നായിരുന്നു തൃശൂർ പോലീസ് കേസെടുത്തിരുന്നത്. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ഇപ്പോൾ ജയസൂര്യയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സഹിനി, സേവ് ബോക്സ് ആപ്പ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തിക്കുന്നത്? ഇതിൽ ജയസൂര്യ ബ്രാൻഡ് അംബാസിഡർ ആണ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഭാര്യ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? അവരെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? ഇവർക്ക് രണ്ടുപേർക്കും ഇതിൽ പങ്കാളിത്തമുണ്ടോ? അത്തരം വിവരങ്ങളുണ്ടോ? നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർക്ക് പങ്കാളിത്തം ഉള്ളതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ജയസൂര്യ രാവിലെ 11 മണിയോടുകൂടി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിലെത്തിയിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ പത്നിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ ഒരു എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ എന്നുള്ളത് മാത്രം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജയസൂര്യ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടവന്ത്രയിലെ ഓഫീസിലുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയെയും ഭാര്യയെയും ഇഡി ചോദ്യം ചെയ്യുകയാണ്. സഹിൻ വിവരങ്ങൾ നൽകിയത്.